അന്ന്. അപ്പൊ ഋത്തുസാണെങ്കിലും നല്ല എക്സൈറ്റ്മെന്റിലാട്ടോ. കാരണം ആ സമയത്ത് കേക്ക് മുറിക്കും അവൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ട്, അന്ന് രാത്രിയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അവൻ നല്ല ഹാപ്പി ആയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത്. പിന്നെ ഞങ്ങൾക്കുള്ള പരിപാടി എന്താ വെച്ചാൽ മല കയറാൻ പോകണം കേട്ടോ. അപ്പം ഞങ്ങൾ വേഗം തന്നെ കേക്ക് കട്ടിംഗ് ഒക്കെ തീർക്കുകയാണ്, വേഗം മുറിച്ച് സെറ്റാക്കി എല്ലാവർക്കും കൊടുക്കാനുള്ള പരിപാടിയൊക്കെ നോക്കി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ മല കയറാൻ വേണ്ടി പോയേ. പൊന്നൊക്കെ വെള്ളമെടുത്ത് ഓടി വരുന്നുണ്ട്. ഞാനും മാമനും പൊന്നും പിന്നെ നാത്തൂൻ പൊന്നും മീനുട്ടി കിച്ചുട്ടന് ഞങ്ങൾ എല്ലാവരും കൂടെ ആയിട്ട് കയറിയത്. അമ്മയും അമ്മായിയും മേമയൊന്നും വന്നിട്ടില്ലേ. നല്ല കയറ്റുണ്ട് കേട്ടോ. മാമ എത്താനായിരിക്കുമ്പോ കുറച്ചും കൂടെ ഉള്ളു അറിയും മാമ. അങ്ങനെ കയറി പകുതിയായിട്ട് എത്തിയിട്ടില്ല കേട്ടോ. വേർത്ത് കുളിച്ച് ഒരു പരുവായിട്ടുണ്ട്. കുട്ടാപ്പാണെങ്കിൽ കുട്ടീനെ എടുത്തോണ്ടേക്ക് കുട്ടീനെ എടുത്ത് കയറേണ്ട ഒരു പാടില്ലായിരുന്നു കേട്ടോ. അവനാണെങ്കിൽ വേർത്ത് കുളിച്ചിട്ട് ഷർട്ടൊക്കെ ഊരി കൈ പിടിച്ചിട്ടുണ്ട്. കയറി എത്തിയാൽ കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അടിപൊളി കേട്ടോ. കോഴിക്കോടിന്റെ ഒരുവിധം ഭാഗം മൊത്തം ഇവിടുന്ന് കാണാൻ പറ്റും. നല്ല ഭംഗി ഉണ്ടായിരുന്നേ. മാമനാണെങ്കിൽ ഇവിടുത്തെ ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. പൊന്നുവാണെങ്കിൽ ഒരു സൈഡ് പോയിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ ലഹളകളൊക്കെ നടന്ന സ്ഥലം, മുനി തപസ്സിരുന്ന സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ ഇപ്പം അതിൻ്റെ ഒരു അവശേഷിപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ. അപ്പം ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ കാണുകയാണ്. ഈ ഒരു ഭാഗത്താണ് മുനിയൊക്കെ തപസ്സിരുന്നത്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ട് എന്ത് ഭംഗിയാ അറിയോ ഈ സ്ഥലമൊക്കെ കാണാൻ. മാമൻ ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറയുന്നുണ്ട്, നമ്മളത് കേട്ടിങ്ങനെ നടക്കുകയാണ്. എനിക്കാണ് ഇങ്ങനെ കഥകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് താഴത്തേക്ക് പോകുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, വരുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോന്നു കേട്ടോ. എന്തൊരു തണുപ്പാന്നറിയോ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കാൻ. ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അനുഭവിച്ചറിയന്നെ വേണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കണ്ടൊരു പച്ചത്തുള്ളനാണ് ഇത്, ഒരു പുതിയൊരു മോഡൽ പച്ചത്തുള്ളൻ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തിയപ്പോൾ ചോറ് വിളമ്പാനുള്ള പരിപാടിയൊക്കെ നോക്കിയേ. അങ്ങനെ നല്ല ബിരിയാണി, സാമ്പാറും ചോറും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പൊന്നു നന്നായിട്ട് ചിത്രം വരയ്ക്കും. റിനുമോളും കിച്ചുട്ടനൊക്കെ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതൊക്കെ ഒരുപാടൊന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാട്ടോ കാണിക്കാത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചോലയിലേക്ക് ആട്ടോ പോയത്. ഇങ്ങനെ മലേൻ്റെ മേലിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് കാണാൻ. അവിടെ ഇങ്ങനെ ഒരുപാട് കുഴികളാക്കി അതിലേക്ക് വെള്ളം ശേഖരിച്ചിട്ട് അതിൽ നിന്ന് പൈപ്പ് ഇട്ടിട്ടാട്ടോ അവരെല്ലാവരും ഉപയോഗിക്കുന്നത്. കുടിക്കാനായിട്ട് വേറെ കുഴി, ബാക്കിയുള്ള ആവശ്യത്തിന് വേറെ കുഴി. ഞാൻ പറയും ഇതൊക്കെ ഒരു പുണ്യാണ്. ഈ വെള്ളമൊക്കെ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഭാഗ്യം ചെയ്യണം, അത്രയും നല്ല വെള്ളമല്ലേ. അപ്പം മാമനിങ്ങനെ പൈപ്പ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല തണുപ്പുള്ള വെള്ളം കേട്ടോ. എന്തൊരു രസം അവിടെ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ കണ്ട് ഞങ്ങൾ വേഗം തന്നെ വീട്ടിലേക്ക് പോരണല്ലോ, നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുകയാട്ടോ ചെയ്തത്. ഇവിടെ ആണെങ്കിൽ മാമൻ ഒരുപാട് കൃഷികളും